പ്ലേ ഓഫ് ക്വാളിഫൈ ചെയ്യുന്നത് തന്നെ കഷ്ടപ്പെട്ടായിരിക്കും. കപ്പടിക്കണം എന്ന് പറഞ്ഞ് കയറുന്നവരായിരിക്കും പ്ലേ ഓഫ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ഷീൽഡ് വിൻ ചെയ്യുന്നൊരു കാര്യം ഒന്ന് ആലോചിച്ചത്, കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്ത് ആ ടേബിളിന്റെ ടോപ്പിൽ. ഇന്ത്യ പോലത്തെ ഒരു ലീഗില് പ്ലേസിനെ കളിക്കാൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ടഫസ്റ്റ് ആയിട്ടുള്ള വെളിയിൽ നിന്നുള്ള പ്ലേസിനെ, നല്ല ക്വാളിറ്റി പ്ലേസിനെ കൊണ്ടുവരിക എന്നുള്ളത്. നമ്മള് മറ്റേ ഗോവയിൽ കളി കാണാൻ പോയിട്ട് പോകുന്ന വഴിക്ക് പറഞ്ഞില്ലേ, കപ്പടിച്ചു കഴിഞ്ഞാൽ കൊച്ചി സ്റ്റക്ക് ആവും എന്നുള്ള. അല്ല, ക്ലബ് ഒരു നല്ലൊരു രീതിയിൽ പോവാണെങ്കിൽ അതിന് ഏറ്റവും ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് അവർക്ക്. ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ വലിയൊരു കൺസേൺ വരാൻ സാധ്യതയല്ലോ, പക്ഷെ ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിലാണ് ഈ ഒരു സിറ്റുവേഷനിൽ നല്ല പ്ലേയേഴ്സിനെ കിട്ടാൻ. പിന്നെ അവര് മുമ്പേ പറഞ്ഞ സാധനം എന്തിനിവിടെ വന്ന് കളിക്കണം. അപ്പൊ നമ്മളെ ബാക്കപ്പ് ഓപ്ഷൻ ഒക്കെ നോക്കി ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണല്ലോ പ്രത്യേകിച്ച് ലൂണനൊക്കെ പോലുള്ള ഒരു പ്ലെയർ പോയി വേറെ പ്ലെയർ കാണിച്ചിട്ടുള്ള 4 വർഷം നമ്മുടെ ക്ലബിൽ ഒരു ഫോറിൻ പ്ലെയർ 4 വർഷം നിന്നിട്ടില്ല. ലെജൻഡാണ് തീർച്ചയായും. ക്ലബ് ലെജൻഡിനെ അല്ല, ക്ലബ് ലെജൻഡ് വിളിക്കാൻ അങ്ങനെ ഒരു ക്രൈറ്റീരിയ കപ്പില്ലാത്തോണ്ട് മാത്രം ഒരു പ്രശ്നം. അത് എല്ലാവരും ആഗ്രഹമായിരുന്നു പുള്ളി ഒരു കപ്പ് ലിഫ്റ്റ് ചെയ്യണം എന്നുള്ളത്. ലൂണയും കപ്പ് ലിഫ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നത് എല്ലാവരുടെയും ഒരു പേഴ്സണൽ വിഷായിരുന്നു എന്നുള്ളതാണ് അതിനകത്തുണ്ടായിരുന്നത്. ഈ പറയുന്ന പോലെ കണ്ടറിയണോ എങ്ങനെയാണ് ഈ ഒരു സീസൺ ഈ അൺസർട്ടനിറ്റിക്ക് മുകളിലായിട്ട് ഇനി ഇത് കൊണ്ടുവരുന്നത്, എന്നാണ് ഈ ഇഷ്യൂസ് നമ്മളിനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ ഈ MRI AFF ആയിട്ടുള്ള ഇഷ്യൂ, ഈ എഗ്രിമെന്റ് റീച്ച് ഔട്ട് ചെയ്യുന്നതിന്റെ FSDL AFF ഇഷ്യൂ ഒക്കെ നമുക്ക് സംസാരിച്ചു കൊണ്ടൊരു വിഷയമാണ്. കാരണം ഇതെല്ലാം ഒരുപാട് പ്ലേയേഴ്സ് സ്റ്റാഫ്സ് പലരുടെയും ജോലിയെ കൂടെ ബാധിക്കുന്ന ഒരു വലിയ. അതുമല്ല, ഇന്ത്യയുടെ ടോപ്പ് ടയർ ലീഗ് ഒരു കോർട്ടിന്റെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഡിലേ ആവെന്ന് പറയുമ്പോൾ അത് ഫെഡറേഷനെ കുറ്റം പറയാന്നുള്ളതാണ്. കോർട്ടിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഫെഡറേഷനെ കുറ്റം പറയാന്നുള്ളതാണ്. ഇതൊക്കെ ഇന്നും ഇന്നലെ നടക്കാൻ പോകുന്ന കാര്യമില്ല. ഇതിനൊക്കെ നേരത്തെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടപടിയെടുത്ത് കൊണ്ടുപോകുന്ന കേസായിരുന്നു ഇതൊക്കെ. ഇതെല്ലാം അറ്റം വരെ എത്തിച്ച് ഇപ്പൊ ഈ ഒരു അൺസർട്ടൻ ആക്കിയത് ഫെഡറേഷൻ തന്നെയാണെന്നാണ് എനിക്ക് ആസ് ഒരു ഫാൻ പെർസ്പെക്ടീവ്, വളരെ ലൈമാൻ പെർസ്പെക്ടീവിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫെഡറേഷൻ ഇത് അഡ്രസ് ചെയ്യേണ്ടത്, ഫെഡറേഷൻ ഇത് റൺ ചെയ്യേണ്ട ആൾക്കാർ, ഫുട്ബോൾ ഇവിടെ ഇന്ത്യൻ ഫുട്ബോൾ റൺ ചെയ്യേണ്ട, പ്രോപ്പർലി റൺ ചെയ്യുന്നുണ്ടോ നോക്കേണ്ട ആൾക്കാർ, അതിൽ അക്കൗണ്ടബിൾ ആവേണ്ട ആൾക്കാർ അവരാണ് മേക്ക് ഷുവർ ചെയ്യേണ്ടത്. അതവർ ചെയ്യുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അതോടെ ഇഷ്യൂ ആണ്. അല്ല, നമ്മുടെ ഈ ലീഗ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബ് തന്നെ ഈ ഫാൻസ് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് ഇവിടെ ഫുട്ബോളിന്റെ പൊട്ടൻഷ്യൽ എത്രമാത്രമാണെന്നുള്ളത്. അതിന് ഈ ക്രിക്കറ്റ് മെയിനായിട്ട് നിൽക്കുന്ന ഒരു കൺട്രിയിൽ എത്രത്തോളം എഫേർട്ട് എടുത്താലാണ് അത് പൊങ്ങിക്കൊണ്ട് വരിക, ആ പൊട്ടൻഷ്യൽ മാക്സിമം ചേൺ ഔട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എത്രത്തോളം അവർ ലേസി ആവുന്നു, എത്രത്തോളം ഇവരെ മാനേജ്മെന്റിലേക്ക് പോകുന്നു, അത്രത്തോളം ഈ നമ്മുടെ ഈ സ്പോർട്ടിനെ ഇവിടെ നശിപ്പിക്കുക എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഉണ്ട്, അത് പ്രൂവൺ ആയിട്ടുണ്ട്. പല ഏരിയകളിൽ ഈ പൊട്ടൻഷ്യൽ പ്രൂവൺ ആണ്. വേൾഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു സ്പോർട്ട് കൂടാണ്, സ്പോർട്ടാണ് ഫുട്ബോൾ. അതിന് ഇന്ത്യയിൽ ഈ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇത്രയും വലിയ ജനസംഖ്യയില് ഇവിടെ ഒരു ഇതില്ലെങ്കിൽ, അല്ലെ ഇവിടുത്തെ ലീഗിൽ ഒരു ഇതില്ലെങ്കിൽ അതിന്റെ കൾപ്രിറ്റ്സ് ഫെഡറേഷൻ ആണ്. അല്ലാതെ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫെഡറേഷന് അതിനുള്ള വിഷനും അതിന്റെ കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ വേറെ ആര് ചെയ്യാനാണ്? ഇതിവിടെ പോപ്പുലർ ആക്കി എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിനെ ഇപ്പൊ റീസെന്റ് നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെ എന്താ പറയാ, അവരെ തന്നെ കോമാളികളാക്കുന്ന രീതിയിലുള്ള ISL ഇത് ഡയറക്ട്ലി റൺ ചെയ്യുന്നല്ല ഐ ലീഗിന്റെ അവസ്ഥ എന്തായിരുന്നു? പോയിട്ടാണ് ട്രോഫി ഒരു ടീം കൊണ്ടുപോയി മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ ട്രോഫി തിരിച്ച് വേറൊരു ടീമിന് കൊടുക്കണം എന്ന് പറയുന്ന അവസ്ഥ. നാണക്കേടാണ് അതൊക്കെ ഒരു ലീഗിന് സിസ്റ്റത്തിന്. ഇതൊക്കെ ഏത് രീതിയിലാണ് പ്ലേയേഴ്സിനെ വെളിയിൽ നിന്ന് നോക്കുന്ന പ്ലേയേഴ്സ്, ഇവിടെ കളിക്കാൻ വരുന്ന പ്ലേയേഴ്സ്, ഇതൊക്കെ പ്ലേയേഴ്സ് മൊത്തം ഫുട്ബോൾ ലോകം നോക്കി കാണുമ്പോൾ നമ്മളെ ഇന്ത്യയിലെ ടോപ്പ് ടയർ ലീഗ് ഗോൾഡിലാന്ന് പറയുമ്പോൾ ഇതൊന്നും അറിയാത്ത, ഈ രാജ്യത്തെ കുറിച്ച് അറിയാത്ത ഒരു പ്ലെയറിനെയാണ് കൊണ്ടുവരാൻ വരുന്നെങ്കിൽ അവൻ ഒരു ഇനീഷ്യൽ സ്റ്റഡി നടത്തുള്ളൂ. റീസെന്റ് ന്യൂസസ് അവൻ കാണൂല, ഇവന്റ്സ് എന്തൊക്കെയാണ്. ഈവൻ നമ്മുടെ പ്ലെയർ ജീസസ് പോകുമ്പോൾ പോലും ക്യാപ്ഷനിൽ ശ്രദ്ധിച്ചായിരുന്നു, ISL അൺസർട്ടനിറ്റി നിലനിൽക്കുന്നോണ്ട് പോകുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപ്ഷനിൽ. ഒരു പ്ലെയർ പോകുമ്പോൾ ഓപ്പൺലി പറയുന്നത് എനിക്കറിയില്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ഓപ്പൺലി ഇത്ര ഇങ്ങനെ ലൗഡായിട്ട് വിളിച്ചു പറയുമ്പോൾ പ്ലെയറിനെ വിട്ടേക്ക്. FSDL തന്നെ ഓപ്പൺലി വന്നു, ISL തന്നെ ഓപ്പൺലി വന്നു പറയണം ഇതാണ് പ്രശ്നം. ഇങ്ങനെ ഇത് കാണിക്കുമ്പോൾ നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ഇവിടെ കളിക്കാൻ വരുമോ?
എനിക്ക് ഡൗട്ടാണ് അത് എങ്ങനെ കൺവിൻസ് ചെയ്യും. ഓൾറെഡി ഇന്ത്യ പോലത്തെ ഒരു ലീഗിൽ പ്ലേസിനെ കളിക്കാൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ടഫസ്റ്റ് ആയിട്ടുള്ള വെളിയിൽ നിന്നുള്ള പ്ലേസിനെ, നല്ല ക്വാളിറ്റി പ്ലേസിനെ കൊണ്ടുവരിക എന്നുള്ളത് കൺവിൻസ് ചെയ്യല് പാടാണ്. അതിന്റെ കൂടെ മറ്റേ ഇതുകൂടെ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഈ കൺവിൻസിങ് പോയിന്റ് കുറച്ചുകൂടെ ഇത് ചെയ്യും. പല നല്ല പ്ലേയേഴ്സ് ഇവിടെ കളിക്കാൻ വരുന്നില്ല കിട്ടുന്ന വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സ് വരികയെന്നും അവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ് മെയിൻ തിങ്. അതൊക്കെയാണ് ഇവിടെ ഇപ്പൊ മിസ്സിംഗ് ആയിരിക്കുന്നത്. ഈ അൺസർട്ടൈൻ സിറ്റുവേഷൻ ഇവരായിട്ട് ഉണ്ടാക്കിയെടുത്തത്. ഇത് ആക്ച്വലി കറക്റ്റ് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇവർക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. കാരണം 15 കൊല്ലം കഴിയുമ്പോൾ ഈ ഒരു കോൺട്രാക്ട് കഴിയുന്നുള്ള കാര്യം ഇവർക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇവര് രാവിലെ എണീച്ച് പറഞ്ഞ കാര്യം കോൺട്രാക്ട് ഇപ്പം തീരുവാണ്. എത്രത്തോളം എന്താ പറയാ അഴകുഴഞ്ഞ ഒരു സിസ്റ്റമാണ് ഇതെന്നുള്ളത് വെളിച്ചത്ത് കാണിക്കുന്ന രീതിയിലാണ് അവരുടെ വിഷനില്ലാതെ റൺ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് ഇത്. കൃത്യമായിട്ടുള്ള ആൾക്കാർ ഇത് ലീഡ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. ഫുട്ബോളിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ഫുട്ബോളിനെ എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്ട് അതിനെ ഇന്ത്യയില് സെല് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയില് മൂന്നാമത്തെ വ്യൂവർഷിപ്പ് വൈസ് മൂന്നാമത്തെ 4ാമത്തെ സ്ഥാനത്താണ് ഫുട്ബോൾ കിടക്കുന്നത്. ISL കിടക്കുന്നത്. ഫുട്ബോൾ അല്ല ISL കിടക്കുന്നത്. ഇന്ത്യയുടെ ടോപ്പ് ടയർ ലീഗ്. ഫസ്റ്റ് ക്രിക്കറ്റ് IPL, അതിനുശേഷം എനിക്ക് തോന്നുന്നു കബഡി, അതിനുശേഷം WPL ആണെന്ന് തോന്നുന്നു, വുമൻസ് മറ്റേ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ്. അതാ തോന്നുന്നു തേർഡ്. ഫോർത്തേ ഉള്ള ISL. അതും കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നു? കൃത്യമായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ബ്രാൻഡ് ചെയ്യുന്നില്ല, ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ സ്പോർട്ട് മോശമായിട്ടുള്ളല്ലോ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇത് കളിക്കുന്നത്. അവിടെ എല്ലാം ഇത് ടോപ്പ് സ്പോർട്ട് ആയിരിക്കുന്നത്. ഇതിന് വളരെ ഇമോഷനും വളരെ ബ്രാൻഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉള്ള ഒരു സ്പോർട്ടാണ്. കൃത്യമായിട്ട് ഇപ്പൊ മാർക്കറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു ഇത് കാരണം പല ഇന്ത്യൻ പ്ലേയേഴ്സിനും അവരുടെ ഒരു കരിയറിലൊരു ബ്ലാക്ക് മാർക്ക് പോലെയാണ്. പല ടീമിനും ഡുറൻ കപ്പ് കളിക്കാൻ കഴിയില്ല. അത്രയും പ്ലേയേഴ്സിന്റെ അവസരം പോയി, പ്ലേയിങ് ടൈം പോയി. പ്ലേയേഴ്സ് മാത്രമല്ല, നമ്മൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഈ ലീഗ് ഇവിടെ തുടങ്ങി 10 വർഷം, ഈ 10 വർഷം കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ നമ്മളുടെ ഈ ഫുട്ബോൾ എക്കോസിസ്റ്റത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഗ്രാസ് റൂട്ട് ലെവലില് ഇത് വരിക, അക്കാഡമിക്സ് വരിക. നമ്മുടെ നാട്ടിൽ ഫുട്ബോളർ ആവുക എന്ന് പറഞ്ഞ സ്വപ്നം കാണുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ കൺവെട്ടത്ത് നടക്കുന്ന കാര്യം നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാം. മൊത്തത്തിൽ നോക്കി നമുക്ക് പറയാൻ നമുക്ക് നോക്കുമ്പോ ആഫ്റ്റർ ISL ഉണ്ടാക്കുന്ന ഒരു ബ്ലൂം ഭയങ്കര തീർച്ചയായും ഒത്തിരി ക്രിക്കറ്റ് കോച്ചിങ്ങിന് മക്കളെ വിടുന്ന പാരന്റ്സ് ഫുട്ബോൾ കോച്ചിങ്ങിന് വിടാൻ തുടങ്ങി മക്കളെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ സ്വപ്നം കാണാണ് ഭാവിയിൽ മക്കളെ ഇതുപോലെ TV കാണണം എന്നുള്ളത്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു നമ്മുടെ ക്ലബ്ബ് അതെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ ഭാവി വരെ ഇവിടെ ഇപ്പൊ ചോദ്യചിഹ്നത്തിലാണല്ലോ നിൽക്കുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും. അപ്പൊ ഒരു അംബീഷ്യസ് പ്രോജക്റ്റ് ഇല്ല എന്നുള്ളതാണ്. നമുക്കൊരു ഈ വിഷൻ ഇന്നത് ഇയർ മാറ്റി നമ്മുടെ മുമ്പത്തെ കഥ പറഞ്ഞ പോലെ ഓരോ വർഷം ഓരോ കഥ പറയുന്നതല്ലാതെ ഒരു പ്രോപ്പർ സാധനം ഉണ്ടാവുന്നില്ല ഇന്ത്യൻ ഫുട്ബോളിൽ. രണ്ടിനും ഒരു തൊഴുത്തിൽ കെട്ടാൻ പറ്റുന്ന വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഇത് എക്സിക്യൂഷൻ ഇല്ല. അത് മാത്രമല്ല ഇപ്പൊ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ പറഞ്ഞ കാര്യം തന്നെ പറച്ചില് മാത്രമേ ഉള്ളൂ. പ്രാവർത്തികത്തില് അപ്പൊ ഫണ്ട് ഇല്ലാത്തതിനും അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഇപ്പൊ പുറത്ത് ഈ ഫണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണല്ലോ എഗ്രിമെന്റില്. ഇയർലി 50 കോടിയാണ് 50 കോടി കൊടുക്കാൻ പറ്റത്തില്ല. മറ്റവരും ഇത് വേണമെന്നുള്ളത് ഇവരും ഈ ഫണ്ട് കിട്ടിയാലേ ഇവർക്ക് ഫുട്ബോളിലൂടെ റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള സാധാരണ ഫെഡറേഷൻ. ഇതൊക്കെ ഇവര് ഈ ഇന്നലെ രാത്രി അറിഞ്ഞ കേസല്ലല്ലോ. ഇതൊക്കെ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു പീരീഡ് ഓഫ് ടൈമിൽ തന്നെ ഇതിനൊക്കെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിച്ച് കൃത്യമായിട്ടുള്ള ഡിസ്കഷൻസ് നടത്തി ഇതിനൊരു ഒരു കോമൺ പോയിന്റിൽ എത്തിപ്പെടുക എന്നുള്ള ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്ത് ഈ അൺസർട്ടനിറ്റി അവോയ്ഡ് ചെയ്ത് ഒരു കോമൺ പോയിന്റിൽ എത്തി ഇന്ത്യയിലെ ഫുട്ബോളിന് എന്ത് നല്ലതാവും ആ ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. കാര്യം ഇതിപ്പോ വാശി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഉള്ളൂ. അതുകൊണ്ട് നല്ലതൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുട്ടികൾ, ഭാവിയിലെ സ്വപ്നം കാണുന്ന കുട്ടികൾ, ഇതുമായിട്ട് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ കോച്ചിങ് മറ്റേ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. ഒരു ക്ലബ് എടുക്കുമ്പോൾ ക്ലബിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഈ അൺസർട്ടനിറ്റി എന്നുള്ള സാധനം വരും. തീർച്ചയായും
പിന്നെ ഞാൻ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ സോർട്ട് ഔട്ട് ആവും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. കാരണം ISL നടന്നേ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം പറയല്ലോ ISL എന്തായാലും നടക്കും എന്നുള്ള സാധനം പറയുന്നുണ്ട്. നമ്മള് പിന്നെ എന്തെങ്കിലും കിട്ടിയ ആദ്യമേ പിടിക്കാൻ ഇരിക്കുന്നതുകൊണ്ട് നമ്മളത് എടുത്തു. അൺസർട്ടൈൻ ആണ്. ഇവിടെ ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങള് പോസ്റ്റിലാണ്, ഫുൾ പോസ്റ്റ് ഇട്ടേക്കാണ്. ഇനി സൈനിങ് ഒന്നുമില്ല. അൺസർട്ടൈൻ മാറുന്ന ഡ്യൂറന്റ് കപ്പിന് വിടുന്നില്ല. കപ്പിൽ വിടാത്തതിന്റെ റീസൺ നേരെ പറഞ്ഞല്ലോ. ഫിനാൻഷ്യലി പറ്റില്ല എന്നുള്ളതല്ല. അൺസർട്ടനിറ്റി പറഞ്ഞു വന്ന് അറിയാതെ നടന്നാണെന്ന് തോന്നുന്നു. ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു നമ്മള് ആഗ്രഹിക്കുന്ന സാധനം എത്രയും പെട്ടെന്ന് ഇവരൊരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്തി ഇന്ത്യൻ ഫുട്ബോളിന് ബെറ്റർ ആവുന്ന ഒരു സൊല്യൂഷൻ എത്തി ഈ ഒരു അൺസർട്ടനിറ്റി എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളത്. അതിന്റെ ഇനി കോർട്ട് ഓർഡർ കാരണം അത് ഇനി എത്ര ഡിലേ ആവുമെന്നത് അറിയില്ല. അത് ഡിലേ ആവുന്നതിനനുസരിച്ച് ലീഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡേറ്റും ഡിലേ ആവും. അറ്റ്ലീസ്റ്റ് ഒരു ഒക്ടോബറിലെങ്കിലും ലീഗ് സ്റ്റാർട്ട് ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ലേറ്റ് ആവും. പ്ലേയേഴ്സിനെ കിട്ടാതെ വരും. നല്ല പ്ലേയേഴ്സിനൊന്നും കിട്ടില്ല. അങ്ങനെ നടക്കട്ടെ. അല്ല പക്ഷെ വേറെ ടീമുകൾക്കൊക്കെ നല്ല പ്ലേയേഴ്സിനൊക്കെ അവർ ഓൾറെഡി അവരുടെ കയ്യിലുള്ളതിനും ഹോൾഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, ചിലരൊക്കെ സൈനിങ്സും ഫിനിഷ് ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ വലിയൊരു കൺസേൺ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിലാണ് ഈ ഒരു സിറ്റുവേഷനിൽ നല്ല പ്ലേയേഴ്സിനെ കിട്ടാൻ. പിന്നെ അവര് ഈ മുമ്പേ പറഞ്ഞ സാധനം എന്തിനിവിടെ വന്ന് കളിക്കണം. അപ്പൊ നമ്മളെ ബാക്കപ്പ് ഓപ്ഷൻ ഒക്കെ നോക്കി ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. അല്ല ഇപ്പൊ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണല്ലോ MBSGയില് ഒരു പ്ലെയർ പോലും പോയിട്ടില്ല എന്നുള്ളത്. അവർ കളിക്കുന്നത് ലീഗിൽ തന്നെയാണല്ലോ. ഇങ്ങനെ പോസ്റ്റ് ഇട്ടേക്കുന്നവർക്ക് ഈ പ്രശ്നം വരത്തുള്ളൂ. അല്ലാത്തവർക്ക് കഴിഞ്ഞ വർഷത്തെ സെയിം ക്വാളിറ്റി അവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ ഒരു അല്ല അവരുടെ അടുത്ത് അപ്പൊ മിസ്മാച്ച് വരുന്നത് ഈ പോസ്റ്റ് ഇട്ടേക്കുന്ന ടീമുകളുടെ ക്വാളിറ്റിയിലായിരിക്കും ചിലപ്പോൾ മിസ്മാച്ച് വരുന്നത്. തീർച്ചയായും അവരതേ ക്വാളിറ്റി തന്നെ സെയിം സീസണിലെ ക്വാളിറ്റി അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. തീർച്ചയായും നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് ഇട്ടു ഡൗൺഗ്രേഡ് ഒന്നും കൂടി പോളിഷ്ഡ് ആയിട്ടാണ് അവരുടെ ഇത് വരുന്നത്. ഈ പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട് നമുക്ക് നല്ല പ്ലേസിനെ കിട്ടാതെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻസ് എല്ലാം പോയതിനു ശേഷം നമ്മൾ ചെല്ലുന്നെങ്കിൽ അല്ല അപ്പൊ ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ അവിടുത്തെ പ്ലേയേഴ്സിനും ഉണ്ടാവുമല്ലോ. അപ്പൊ അവരവിടെ പിടിച്ച് നിർത്തണമെങ്കിൽ അതിനകത്തൊരു മാനേജ്മെന്റ് ഒരു എഫേർട്ട് ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. അതിപ്പോ ചിലപ്പോൾ ഫിനാൻഷ്യൽ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കാൻ ഒരു മാനേജ്മെന്റിന് പറ്റുന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസ് ചെയ്യുന്നത് അതൊരു ഭയങ്കര വലിയ സ്കില്ലാണ്. അതിനുപരമായിട്ട് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തത് എന്താണ്, എല്ലാമാണോ ആരാണ് റിപ്പോർട്ട് ചെയ്തത്, ലൈക്ക് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നിങ്ങൾക്ക് വേണേ വേറെ ഓപ്ഷൻസ് നോക്കാന്നാണ് ഇവിടെ. ഇത് അവിടെ അവര് പറഞ്ഞില്ല, ഇവിടെ വ്യത്യാസം എന്നുള്ളത്. അപ്പൊ അതിൽ തന്നെ നമ്മളെ ഇന്റന്റ് വ്യത്യാസമാണ്. അല്ല നമ്മള് ഇവരോട് മീറ്റിംഗിൽ ഇരുന്നപ്പോഴും ഇവര് എപ്പോഴും അല്ലല്ലോ ഇവര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ നമ്മളെ സൈഡിൽ നിന്ന് പറയുന്നത് ആകണ്ട, അറ്റ്ലീസ്റ്റ് നിങ്ങൾ FC ഗോയെങ്കിലോ FC ഗോ ഈ പറയുന്ന പോലെ ല്ലോ റിസൾട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു FC ഗോയെങ്കിലോ. നമ്മുടെ ഏറ്റവും വലിയ റൈവൽസ് ആയ BFCക്ക് പോലും ഉണ്ടല്ലോ പറയാൻ. ആ ഒരു ഇന്റന്റ് അവർക്ക് ഉണ്ട്. ഒരു സീസൺ അവർക്ക് മോശമാണെങ്കിൽ അവര് തിരിച്ചു വരും. ഒരു മാനേജ്മെന്റ് ലെവൽ മറ്റേ അതിന്റെ ഓണറിന്റെ ട്വീറ്റ്സ് പോലും ട്വീറ്റ്സിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഇന്റന്റ്. റിസൾട്ട്സ് ആക്ഷൻസ് ഉണ്ട് അല്ലെ, പറയുന്ന വാക്കുകൾക്ക് ഒരു ആക്ഷൻസ് ഉണ്ട്, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ ടോപ്പ് ലെവലിൽ നിന്ന് മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. ആ ഇന്റന്റ് അവർ കാണിക്കുന്നുണ്ട്, റിസൾട്ട്സ് അവർ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് നെക്സ്റ്റ് സീസണിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ പ്ലേ ഓഫിന്റെ കഥയാണ് പറയുന്നത്. പ്ലേ ഓഫ് ക്വാളിഫൈ ചെയ്യണം, അവിടുന്ന് പിന്നെ നമുക്ക് നോക്കാം, ലക്ക് ഉണ്ടെങ്കിൽ ഫൈനലിൽ കയറാൻ കപ്പടിക്കാം. ഇതാണ് പറയുന്നത്. ഇങ്ങനെ പറയുന്ന ടീം പ്ലേ ഓഫ് ക്വാളിഫൈ ചെയ്യുന്നത് തന്നെ കഷ്ടപ്പെട്ടായിരിക്കും. കപ്പടിക്കണമെന്ന് പറഞ്ഞ് കയറുന്നവരായിരിക്കും പ്ലേ ഓഫ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക ആ മെന്റാലിറ്റിയിൽ, അല്ല സെമിഫൈനലിലെങ്കിലും എത്താൻ പറ്റുക. ഏഷ്യ കളിക്കണമെന്ന് ആഗ്രഹം. ഇപ്പം നോർത്ത് ഈസ്റ്റ് ഒക്കെ പറയുന്നത് അവർക്ക് ഏഷ്യ കളിക്കുന്ന കഥയാണ് അവർ പറയുന്നത്. ഏഷ്യ കളിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവൻ ആ ലെവലിലായിരിക്കും ടീമിനെ സെറ്റ് ചെയ്തിട്ട് വരുന്നത്. അവന്മാർക്ക് ഐസിൽ കപ്പടിക്കാനുള്ള പോസിബിലിറ്റി ശരിക്കും ഷീൽഡ് വിൻ ചെയ്യണമെന്നുള്ള ഒരു മെന്റാലിറ്റി നിന്നാലേ അറ്റ്ലീസ്റ്റ് പ്ലേ ഓഫ് ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാ മറ്റേ ചക്ക വീണ് മുയല് ചവന്ന പോലെ കിട്ടുന്ന സാധനമല്ല. കഷ്ടപ്പെടുന്ന ഒന്നോ രണ്ടോ കളികൾ ജയിക്കാൻ പറ്റും. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ഷീൽഡ് വിൻ ചെയ്യുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ചത്, കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്ത് ആ ടേബിളിന്റെ ടോപ്പിൽ ഏതൊരു ഫാനും അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബൂം അത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. കാരണം
ഇപ്പം RCB കപ്പടിച്ചപ്പം ഒരു ഉണ്ടായ ഒരു തീർച്ചയായും പിന്നെ നമ്മള് ഫൈനലിൽ പോയ സീസൺ കോവിഡിന്റെ ഞാനിപ്പോ ആലോചിച്ചത് നമ്മള് ഗോവയിൽ പോയിട്ട് ഗോവയുടെ മാത്രല്ല ഇവിടെ നമ്മൾ സ്ക്രീനിങ് ഇല്ലാത്ത ഒരു ഇപ്പൊ പലരും പറയും, അതായത് ഇന്ത്യയുടെ വേൾഡ് കപ്പിന്റെ സ്ക്രീനിങ്ങിന്റെ പല സാധനങ്ങളും പറയും. അതിനെ എനിക്ക് തോന്നിയിട്ടുള്ള കേരളത്തിൽ അതേക്കാളും കൂടുതൽ സ്ഥലങ്ങളിൽ ഓപ്പൺ പബ്ലിക് സ്പേസിൽ സ്ക്രീനിങ്ങുകൾ നടത്തി 10,000-കണക്കിന് ആളുകളാണ്. അതായത് കോഴിക്കോടൊക്കെ നടത്തിയ ബീച്ച് ഫുൾ കവർ ആയിരുന്നു. ഇങ്ങനെ നേരെ പോലെ ഇങ്ങനെ കിടക്കാണ്. ഇവിടെ നമ്മുടെ കൊച്ചിയിൽ നടത്തിയത്, ട്രിവാൻഡ്രം, അത്രമാത്രം ആൾക്കാർ ഈ ക്ലബിനെ സ്നേഹിക്കുന്നുള്ളതാണ്. ചെതറി കിടക്കുന്ന ഫാൻസ് ഒക്കെ നമുക്കൊരു നല്ലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരെല്ലാരും ഒന്ന് ഒന്നിച്ച് ഉറപ്പാവും. പിന്നെ അന്ന് നിക്കു നമ്മള് മറ്റേ ഗോവയിൽ കളി കാണാൻ പോയിട്ട് പോകുന്ന വഴിക്ക് പറഞ്ഞില്ലേ, കപ്പടിച്ചു കഴിഞ്ഞാൽ കൊച്ചി സ്റ്റക്ക് ആവും എന്നുള്ള ഉറപ്പാണ്. കൊച്ചി നല്ല ഓൾ ഓവർ കേരളയിലുള്ള എല്ലാ ആളുകളും ഒറ്റയടിക്ക് ആ ഒരു ട്രോഫി പരേഡ് അങ്ങനെ നടത്താനൊരു സ്ഥലം ഉണ്ടോ? അത് ഇന്ത്യൻ ഫുട്ബോളിൽ അതേപോലൊരു സാധനം കേരളത്തിന്റെ ട്രൂ പൊട്ടൻഷ്യൽ എന്താന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മളെ ഷോക്കേസ്. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പറയുന്ന സാധനമാണ് ഞങ്ങൾക്ക് ഇതാണ് വേണ്ടത്. നമ്മൾ ഏഷ്യൻ ലെവലിൽ നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏഷ്യൻ ഒരു ടീം കളിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഫാൻ ഇതാണ്. ആസ് എ ഫാൻ ബേസ് നമ്മുടെ ഡ്രീം നമുക്ക് ഷോക്കേസ് ചെയ്യണം. എത്രയും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഏഷ്യൻ ലെവലിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ, ഇതൊക്കെയാണ് ഫാൻ ബേസിനുള്ള. ഈ മെന്റാലിറ്റിയും ഈ ഇന്റന്റും ആര് കാണിക്കണം? ക്ലബിന്റെ മാനേജ്മെന്റ് കാണിച്ചെങ്കിൽ ഈ ലെവലിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഷോക്കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഫാൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു മൊമെന്റ് ആണ് സംഭവിക്കാന്നുള്ളത്. ഇപ്പൊ റീസെന്റ് ലിവർപൂള് കപ്പടിച്ചപ്പോ ഉള്ള ട്രോഫി പരേഡ് കാണുമ്പോ നമ്മുടെ മനസ്സിലായി എന്നാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നമ്മള് വരുന്നുള്ളത്. ഇത് മാത്രം എടുത്താൽ മതി. ഫൈനൽസും സെമി ഫൈനൽസും ഇവിടെ നടത്തിയ സ്ക്രീനിങ്സുകളുടെ എണ്ണം, അതിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം, പലരും ഇങ്ങനെ ഭയങ്കര ഡിബേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇത് ഇന്ത്യയുടെ അന്ന് ഇതടിച്ചപ്പോ ഇതുപോലെ, അല്ലെ RCB അടിച്ചപ്പോ ഇതുപോലെ, ഇതിനെക്കാട്ടിലും എനിക്കന്ന് ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കപ്പടിച്ചാൽ അന്നുണ്ടായിരുന്ന അതിനെക്കാട്ടിലും ഇരട്ടി ആയിരിക്കും അന്ന്. നമുക്കൊന്ന് അന്ന് അർജന്റീനയിലെ കണ്ട പോലത്തെ, എക്സാജറേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ പോലും അർജന്റീനയിലെ കണ്ട പോലത്തെ അത്രയും ഗംഭീര ട്രോഫി പരേഡും സംഭവങ്ങളും ആളുകൾ അത്രയും ആൾക്കാർ സ്ട്രീറ്റിലുണ്ടായിരുന്നേനെ. തീർച്ചയായും അന്ന് നമ്മൾ കപ്പടിച്ചിരുന്നെങ്കിൽ എനിക്ക് അടുത്ത ദിവസം അവധിയായിരുന്നേനെ കേരളത്തിൽ. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ക്ലബ് എന്നുള്ളത്. ഇത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ക്ലബ് ഒരു നല്ലൊരു രീതിയിൽ പോവാണെങ്കിൽ അതിന്റെ ഏറ്റവും ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ഏത് സൈഡ് നോക്കിയാലും, സ്പോൺസർഷിപ്പ് സൈഡ് നോക്കിയാലും, ഏത് രീതിയിൽ നോക്കിയാലും ബെനിഫിറ്റ് അവർക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എത്ര നാളെ കാണുന്ന ആൾക്കാർ വരുന്നത് ഇവർക്ക് ഈ പറയുന്ന ഒരു ടെൻഷൻ അടിക്കേണ്ടി വരത്തില്ല. ഫുൾ ഹൗസ് മാച്ചസ് കിട്ടും. ISL ഏറ്റവും എന്താ പറയാ, ടിക്കറ്റിന്റെ ഏറ്റവും ലീസ്റ്റ് പ്രൈസില് ഹൈയസ്റ്റ് ഉള്ളത്, ലീസ്റ്റ് പ്രൈസിംഗിൽ ഹൈയസ്റ്റ് ഉള്ള KBFC ആണ്. ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് 299, 300 അറൗണ്ട് ആണ് നമ്മുടെ ലീസ്റ്റ് പ്രൈസിംഗ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഫുൾ ഹൗസ് കിട്ടാറുണ്ട്. ഓപ്പണിംഗ് മാച്ചിന് ഇതിനെക്കാട്ടിലാണ് പ്രൈസ്. അതായത് ആ ഒരു 299 രൂപ കൊടുത്തും കളി കാണാൻ ആളുകൾ. അതേസമയം മറ്റു ISL ടീമിന് എനിക്ക് 50 രൂപയ്ക്ക് വരെ ഫ്രീ എൻട്രി കൊടുക്കുന്ന ആൾക്കാരില്ലേ. എനിക്കൊന്ന് മോഹൻ ബഗാനൊക്കെ 150 രൂപയ്ക്കുള്ളൂ കൊൽക്കത്തയില് അവർക്ക്. അവിടെയാണ് നമുക്ക് നമ്മുടെ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഇത്രയും നമുക്ക് എത്തിക്കാൻ പറ്റും. അവരൊരു കോർപ്പറേറ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള എല്ലാ അവർക്കുള്ള എല്ലാ പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട്. എല്ലാ എക്സ്ക്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് ബുദ്ധി യൂസ് ചെയ്യുന്നത്. ഫാൻസിനെ എങ്ങനെ ഡൈവേർട്ട് ചെയ്യാം എന്നുള്ളത്, മാനിപ്പുലേറ്റ് ചെയ്യാം. ഏതായാലും ഈ ഒരു അൺസർട്ടനിറ്റി കാരണം ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ബ്ലാക്ക് മാർക്ക് ആയി തന്നെ പറയാം. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ പ്ലേയേഴ്സിനെ വേറെ ലീഗിൽ നിന്നുള്ള പ്ലേയേഴ്സ് വരണമല്ലോ, നല്ല ക്വാളിറ്റി, അതാണല്ലോ ലീഗിന്റെ സ്റ്റാൻഡേർഡിനെ എപ്പോഴും. പിന്നെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് നല്ല പ്ലേയേഴ്സിനെ, ഇന്ത്യൻ ഫുട്ബോൾ വളരണം, അതിലേക്ക് നല്ല പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. ഇതൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. സോ ഗൈസ്, ഈ ഒരു എപ്പിസോഡ് നമ്മൾ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പ്രൊട്ടസ്റ്റിനെ കുറിച്ച് സംസാരിച്ചു, കഴിഞ്ഞ ഒരു സീസണെ കുറിച്ച് സംസാരിച്ചു.
സംസാരങ്ങൾ നീണ്ടു പോവുകയാണ്. അപ്പം ഫാൻ ടു ഫാൻ കോൺവെർസേഷൻ ആണല്ലോ. അതെ, നമ്മൾ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, വളരെ റോ ആയിട്ടാണ് പോകുന്നത്. മനസ്സിലുള്ള അതെ, ടോപ്പിക്ക് ഒരു ടോപ്പിക്കിൽ നിന്ന് വേറെ ടോപ്പിക്കിലോട്ടൊക്കെ കയറിപ്പോ. അതെ, നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് അതെ, നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ തൽക്കാലം ഈ ഒരു ഷോ, ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.